കനത്ത തോൽവിയുടെ ആഘാതത്തിൽ നിൽക്കുന്ന പിണറായിക്കെതിരെ പാർട്ടിക്കുള്ളിൽ നിന്നും വിമർശനം ഉയരുന്നു. പാർട്ടി അവലോകന യോഗങ്ങളിൽ ഉയർന്ന വിമർശനത്തിന് പിന്നാലെയാണ് ഇപ്പോൾ യുവജന സംഘടനയിലും പിണറായിക്കെതിരെ വിമർശനം ഉയർന്നത്. ഡിവൈഎഫ്ഐ പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന് വിമർശനം ഉയർന്നുവെന്നാണ് പുറത്തുവരുന്ന മാധ്യമ റിപ്പോർട്ടുകൾ. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വിവാദമായ വീട്ടിൽ പോയി ചോദിക്ക് എന്ന പരാമർശം തിരിച്ചടിയായെന്നും ഇത് ശരിയായ ശൈലിയല്ലെന്നും തിരുവല്ലയിൽ നിന്നുള്ള പ്രതിനിധി കുറ്റപ്പെടുത്തി. പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനത്തിലാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെ വിമർശനം ഉണ്ടായത്. പിണറായിയെ വിമർശിച്ചതുകൊണ്ട് ഡിവൈഎഫ്ഐയിൽ നിന്ന് തന്നോട് കടക്ക് പുറത്തെന്ന് പറയരുതെന്നും പ്രതിനിധി സമ്മേളനത്തിൽ പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടിയിൽ പ്രതികരണവുമായി CPM ജനറൽ സെക്രട്ടറി MA ബേബിയും മുൻമന്ത്രി P രാജീവും അടക്കം കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. മലപ്പുറത്ത് നടന്ന EMSന്റെ ലോകം സെമിനാറിൽ സംസാരിക്കവെയായിരുന്നു ഇരുവരുടെയും വിമർശനം. LDF അല്ലാതെ മറ്റാരുണ്ടെന്ന് പരാമർശം ശരിയായില്ലെന്ന് പറഞ്ഞ P രാജീവ് ജനങ്ങൾക്കിടയിൽ ഇത് മറ്റൊരു ബോധം സൃഷ്ടിച്ചെന്ന് കുറ്റപ്പെടുത്തി. വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തെറ്റുപറ്റി ശക്തമായ നടപടി സ്വീകരിച്ചില്ല. ശബരിമല സ്വർണക്കൊള്ളയിൽ നടപടി എടുക്കണമായിരുന്നുവെന്ന് P രാജീവ് പറഞ്ഞിരുന്നു. ബന്ധുവായ ഒരാളെ സ്ഥാനാർത്ഥിയാക്കുന്നത് പാർട്ടിയെ കടന്നാക്രമിക്കാൻ അവസരം നൽകുമെങ്കിൽ അത് ഒഴിവാക്കേണ്ടതായിരുന്നുവെന്നാണ് MV ഗോവിന്ദനെതിരെ പരോക്ഷ വിമർശനവുമായി MA ബേബി പ്രതികരിച്ചത്. സംസാരിക്കുമ്പോൾ കേൾക്കുന്നവർക്ക് താങ്ങാവുന്നത്ര മാത്രമേ സംസാരിക്കാവൂ എന്നും അദ്ദേഹം പറഞ്ഞു. ഇടതുപക്ഷക്കാരിൽ വലതുപക്ഷ സ്വാധീനം നുഴഞ്ഞു കയറുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ടെന്നും MA ബേബി ചൂണ്ടിക്കാണിച്ചു. പൊതുവെ ഒരു ഇടതുപക്ഷ മനസ്സ് കേരളത്തിനുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളിലൊക്കെ തന്നെ നമ്മൾ അറിയാതെ വലതുപക്ഷം സ്വാധീനം ഉറപ്പിക്കുന്നുണ്ടോ, നമ്മൾ അറിയാതെ നമ്മളിലേക്ക് തന്നെ വലതുപക്ഷം നുഴഞ്ഞു കയറുന്നുണ്ടോ തുടങ്ങിയ കാര്യം മുതൽ ഇന്ത്യയിൽ എങ്ങനെ RSS എന്ന ഫാസിസ്റ്റ് സ്വഭാവമുള്ള സംഘടന എണ്ണമറ്റ സംഘടനകൾ സൃഷ്ടിച്ചുകൊണ്ട് നിലവിലുള്ള സംഘടനകളിലെല്ലാം നുഴഞ്ഞു കയറിക്കൊണ്ട് RSS അവരുടെ രാഷ്ട്രീയ പദ്ധതി എങ്ങനെ ശക്തിപ്പെടുത്തുന്നു എന്നതെല്ലാം പരിശോധിക്കേണ്ടതുണ്ടെന്നാണ് MA ബേബി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ തോൽപ്പിച്ചത് ഭരണവിരുദ്ധ വികാരമെന്ന് വിമർശിക്കുന്ന CPIയുടെ റിപ്പോർട്ടും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. UDFന് അനുകൂലമായി രാഷ്ട്രീയം മാറ്റിയതിന് കാരണം ഭരണവിരുദ്ധ വികാരമാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് റിപ്പോർട്ട് സംസ്ഥാന എക്സിക്യൂട്ടീവിൽ അവതരിപ്പിച്ചിരുന്നു. ന്യൂനപക്ഷങ്ങൾ അകന്നത് തിരിച്ചടിയായെന്നും UDF ആണ് മെച്ചമെന്ന തോന്നൽ ജനങ്ങൾക്കുണ്ടായി എന്നും റിപ്പോർട്ട് വിമർശിക്കുന്നുണ്ട്. അതിനിടെ കനത്ത തിരിച്ചടി നേരിട്ട തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള പാർട്ടിയുടെ ആത്മപരിശോധന രേഖയിലും അണികളെയും പൊതുജനങ്ങളെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പാർട്ടി നേതൃത്വത്തിന് പൂർണ്ണ സംരക്ഷണമാണ് ഉറപ്പാക്കിയിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയോ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെയോ വ്യക്തിപരമായ യാതൊരുവിധ വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും ഈ റിപ്പോർട്ടിലില്ല. സംസ്ഥാന ഭരണ തലവന്റെയോ പാർട്ടി അമരക്കാരന്റെയോ വീഴ്ചകൾക്ക് പകരം തെരഞ്ഞെടുപ്പിലുണ്ടായ സകല പാളിച്ചകളും നേതൃത്വത്തിന്റെ കൂട്ടായ തീരുമാനങ്ങളിൽ വന്ന കുറവുകൾ മാത്രമായാണ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ പാർട്ടിയുടെ പരമ്പരാഗത വോട്ട് ബാങ്കുകളിൽ വിള്ളലുണ്ടാക്കിയ ചില നിർണായക വീഴ്ചകൾ തുറന്ന് സമ്മതിക്കാൻ CPM തയ്യാറായിട്ടുണ്ട്.